വിശ്വാസം സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഭാഗ്യം ലഭിച്ച നമ്മുടെ 19 കുഞ്ഞുമക്കൾ ആഘോഷപൂർവ്വം ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുകയാണ്. വിശ്വാസ ജീവിത പരിശീലനത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ദിനം. ഈ ദിനത്തിലെ അനുഭവങ്ങളും ആഘോഷങ്ങളും എന്നും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളായി നിലകൊള്ളുന്നു. ജീവന്റെ അപ്പമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കാനും അനുഭവിക്കാനും പോകുന്നത്. ഇന്ന് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികൾ ഗോഡ്വിൻ പൂവയ്ക്കൽ, അസിൽ മരിയ മാമുട്ടിൽ, സിയ തേക്കിനാൽ, ഷാരോൺ കല്ലുവെട്ടുകുടിയിൽ, ഏഞ്ചൽ പാലക്കുന്നേൽ, ലിയ നാമല, അബ്രാഹം പട്ടുവാക്കൽ, എൽറോയ് മാങ്കുഴി, പിയോൺ കണിക്കുന്നേൽ, ഐവിൻ പള്ളിക്കുന്നേൽ, നോയൽ ആനിക്കത്തോട്ടത്തിൽ, അഡോൾ കട്ടക്കയം, ആൻഫിയ കണിക്കുന്നേൽ, ഐറൻ സിസിലി കൊന്നയിൽ, അർഷിയ മാണിക്കത്താഴെ, ആൻഡ്രിയ കൂവേലിൽ, എമി ഐറൻ വിലൻപാറ, ആൻഡ്രിയ മുണ്ടിക്കൽ, അൽഫോൻസ വരിക്കമാക്കൽ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആകെ തുകയാണ് മക്കളുടെ ജീവിതം. ഇപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി ഒരുങ്ങുകയാണ്. കുട്ടികൾ അവർക്ക് മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്നു. മാതാപിതാക്കൾ രണ്ടുപേരും ചേർന്ന് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ മാതാപിതാക്കളോട് ചേർന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ തങ്ങൾക്ക് ദാനമായി ലഭിച്ച മക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി ഇപ്പോൾ കാഴ്ച സമർപ്പണം നടത്തുന്നു.
ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈശോയാകുന്നു യഥാർത്ഥ വെളിച്ചമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ കാർമ്മികരും സഹകാർമ്മികരും ചേർന്ന് നിലവിളക്ക് തെളിക്കുന്നു. ഓരോ ക്രൈസ്തവനും വെളിച്ചമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന്റെ പ്രതീകമായി കാർമ്മികൻ നിലവിളക്കിലെ ദീപത്തിൽ നിന്നും തിരിതെളിച്ച് കുഞ്ഞുങ്ങൾക്ക് പകരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിച്ച് നമ്മെ ദൈവമക്കളും സഭയുടെ അംഗങ്ങളും ദൈവത്തിന് അവകാശികളുമാക്കുന്ന കൂതാശയാണ് മാമോദീസ. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ബോധപൂർവം ഈശോയ്ക്ക് മുൻപിൽ ഏറ്റുപറയുകയാണ്. കാർമ്മികൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉത്തരം നൽകുന്നു. ഈ സമയം നമുക്കെല്ലാവർക്കും നമ്മുടെ മാമോദീസ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ നിമിഷങ്ങളെ അനുസ്മരിക്കാം. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചത്, സ്വർഗത്തിന് അവകാശികളായത്. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചോദിച്ചു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ
നമ്മെ വഞ്ചിക്കുന്നവരുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായി ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹരമായ വസ്ത്രം കൊണ്ടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവമിത അലങ്കരിച്ചിരിക്കുന്നു. ആകിയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഹമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുന്നു. ഈശോ നിങ്ങൾ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുക. തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് സഹകാർമ്മികരായി നമ്മളോടൊത്ത് ആയിരിക്കുവാൻ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫ് എടാട്ടച്ചൻ, ദീപക് എടാട്ടച്ചൻ, ഇവർ രണ്ടുപേരും മാമോട്ടിൽ കുടുംബാംഗമാണ്, ഡാക്ടർ കുടുംബാംഗമാണ്. അതോടൊപ്പം തന്നെ ജോസഫ് എടാട്ടച്ചൻ BC സഭാംഗവും ദീപക് എടാട്ടച്ചൻ ജസ്യൂട്ട് സഭാംഗവുമാണ്. അപ്പോൾ നമ്മളോട് കൂടി ആയിരിക്കുന്നത് വിലങ്ങപ്പാറ കുട്ടിക്കാട്ടൂന്ന് ജേക്കബേട്ടൻ്റെ കുടുംബാംഗമായിരിക്കുന്ന മാത്യു ജോസഫ് പൂവത്താനത്തിൻ്റെ അച്ഛനാണ്. അച്ഛൻ ഡൽഹി അതിരൂപതയിലെ വൈദികനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകാംഗം കൂടിയായ പള്ളിവാതിക്കൽ നിക്കോളസ് അച്ഛൻ ഇപ്പോൾ പള്ളി രൂപതയിലാണ് സേവനം ചെയ്യുന്നത്. പിതാലച്ഛന്മാരെ ഏറെ സ്നേഹത്തോടുകൂടെ നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ 19 കുട്ടികളെ അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുമിത്രാദികളായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും.
സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. നിന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായ തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ്. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ ഉദ്ധാരത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. എഴുതിയ 1 ലേഖനം 11 അധ്യായം 23 മുതൽ 29 വാക്യങ്ങൾ. അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ മാനവിളിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു തന്നെ ഒറ്റ കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് ഫരിസ്ത സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6:47 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല.
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ച് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ബഹുമാനപ്പെട്ട വികാരിച്ച മറ്റ് സഹവൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെ പ്രത്യേകമായിട്ടിന്ന് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ പോകുന്ന കുഞ്ഞുമക്കൾ, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരിക്കല് ഈ അമ്മ ത്രേസ്യയുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു സിസ്റ്റർ, ഒത്തിരി വിശുദ്ധിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ എന്ന അമ്മ ത്രേസ്യയോട് പറഞ്ഞു, അമ്മേ, നമുക്കൊക്കെ ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ എത്ര നല്ലതാണ്. ഈശോ ജീവിച്ചിരുന്ന സമയത്ത് ഈശോയോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു, ഈശോയോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു, എന്നും നമുക്ക് ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. ആ ഈശോയെ കണ്ടുകൊണ്ട് വിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ സിസ്റ്ററിനോട് അമ്മ ത്രേസ്യ ഇപ്രകാരം പറഞ്ഞു, ഈ ഭൂമിയിൽ ഈശോ ഇപ്പോഴും ഉണ്ടെന്ന കാര്യം നീ മറന്നു. നമ്മുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന, നമുക്ക് എപ്പം ആഗ്രഹം തോന്നിയാലും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോ ഇവിടെ ഉണ്ടെന്ന ആ വലിയ സത്യം നീ മറന്നു. ഈ കോൺവെന്റിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നീ മറന്നു. നിന്റെ ഹൃദയത്തിലായിരിക്കുന്ന ഈശോയെ നീ മറന്നു. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളും മനസ്സിലാക്കുന്നത് ഈ വലിയ ഒരു സത്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞുമക്കൾ അനുഭവിച്ച രീതിയിൽ, കണ്ട രീതിയിൽ ഈശോയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിലും എപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, എപ്പോഴൊക്കെ നമ്മൾ കൊതിക്കുന്നുവോ, ആ സമയത്ത് സംസാരിക്കാനും കാണാനും പറ്റുന്ന രൂപത്തിൽ ഈശോ നമ്മൾ കൂടിയുണ്ട്. അതാണ് നിങ്ങളിന്ന് ആദ്യമായിട്ട് സ്വീകരിക്കാൻ പോകുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും വഴിയൊക്കെ നമ്മൾ അറിഞ്ഞ ക്രിസ്തു, നമ്മൾ അനുഭവിച്ച ക്രിസ്തു, നാം എന്നും സ്വീകരിക്കുന്ന ക്രിസ്തു. ഈശോ വിശുദ്ധ തോമസിനോട് പറഞ്ഞു, കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മളെല്ലാം ഈശോ പറഞ്ഞ രീതിയിൽ ഭാഗ്യവാന്മാരാണ്. കാരണം കാണാതെ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇന്ന് വളരെ മനോഹരമായി ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ദേവാലയത്തിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന കുഞ്ഞുമക്കളോട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പോകും. ഇന്ന് തൊട്ട് ദേവാലയത്തിൽ കയറുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കണം. വിശുദ്ധ കുമ്പസാരമൊക്കെ നടക്കുമ്പോൾ ഒത്തിരി ഒരുങ്ങി നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ ദേവാലയം, ഈ വിശുദ്ധ ബലി അർപ്പണം നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതും അനുഭവവേദ്യമാക്കുന്നത്.
നമുക്കറിയാം, ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ക്ലാസ് പള്ളിയിലൊക്കെ വരുമ്പം അവിടെയും ഇവിടെയും നമുക്ക് ചിലപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. ഓരോ നിമിഷവും ഇവിടെ ഈശോയെ കാഴ്ച സമർപ്പണം നടത്തുന്ന, ഈശോയെ ഉയർത്തുന്നത്, അപ്പം മുറിക്കുന്നത്, അത് ഓരോരുത്തർക്കും നൽകുന്നത്, ഇതെല്ലാം ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം സിസ്റ്റേഴ്സ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ? എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടാകും, ചിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേവാലയത്തിൽ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമതായിട്ട് ഇന്ന് ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കും. സമ്മാനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം വരും. ഇന്നലെ ചെങ്ങോമ്പയിൽ വെച്ച് ഞങ്ങളുടെ പെണ്ണയുടെ കൊച്ചിൻ്റെ അത് കുർബാനയായിരുന്നു. അവന് ആ സൈക്കിൾ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇടയ്ക്ക് വന്ന് പറയും, സൈക്കിൾ മേടിക്കാൻ ഏതാണ്ടൊക്കെ പൈസ ആയിട്ടുണ്ട്. ഇന്നും ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും പല ആഗ്രഹത്താലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇന്ന് പലരും പല സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും. തീർച്ചയായിട്ടും മക്കളെ സമ്മാനങ്ങളൊക്കെ ലഭിക്കും, പലതരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തു. ആ സമ്മാനത്തിന് മുകളിൽ വേറൊരു സമ്മാനവും ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളായിരിക്കും, നമ്മൾ സമ്മാനങ്ങളൊക്കെ ആഗ്രഹിക്കും, അത് നമ്മൾ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എല്ലാ സമ്മാനങ്ങളോടൊപ്പം അതിനേക്കാളും ഒരു കുറച്ച് മുകളിൽ നിങ്ങൾ കാണേണ്ട ഒരു സമ്മാനം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ, ആദ്യമായിട്ട് ലഭിക്കാൻ പോകുന്ന ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിത്യജീവൻ ഉണ്ടാവുന്ന ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കിട്ടുന്നത്. ആ സമ്മാനം നമ്മുടെ കൂടെ നിലനിൽക്കും. എത്ര വിലപിടിപ്പുള്ള സമ്മാനം നമുക്ക് ലഭിച്ചാലും ആ സമ്മാനങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ താല്പര്യം കുറയും, അല്ലെങ്കിൽ അത് കളർ മങ്ങിപ്പോകും. പക്ഷേ ഈ സമ്മാനം നിത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിലായിരിക്കുന്നു സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലായിരിക്കാൻ പരിശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഈ സമ്മാനം എന്നും ഈ വിശുദ്ധ ബലി മധ്യേ എനിക്ക് ലഭിക്കുമെന്ന ആ വലിയ വിശ്വാസത്തോടു കൂടിയായിരിക്കും. ഇന്ന് കുർബാന തുടങ്ങിയപ്പോൾ ആരോട് തലവരുമില്ലല്ലേ? ആ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പം ആ ചേട്ടൻ്റെ മോളുണ്ടാവും. അപ്പം ഈ കൊച്ച് വീണ്ടും നിൽക്കുമ്പോൾ കൊച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിന്ന് ചേട്ടന്മാർ ആരോട് കുഴപ്പമൊന്നുമില്ല, മോൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നോളാൻ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ഒന്ന്, കൊച്ച് പേടിച്ചു പോകുന്നുള്ള ഒരു ഓർമ്മയുണ്ട്. രണ്ട്, ഈ നല്ല ദിവസത്തിൽ ആ കൊച്ചിൻ്റെ ഫോക്കസ് മാറി പോകാതിരിക്കാൻ വേണ്ടി. അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ഒരു പ്രവർത്തനം. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മളായിരിക്കേണ്ട ഒരു സംഗതി. മൂന്നാമതായിട്ട് മക്കളെ, ഇന്ന് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ആരും ഈശോയെ നമ്മുടെ നാവിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പോകും. ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഈശോയുടെ ശരീരത്തിനും രക്തത്തിനും എന്താ സംഭവിക്കും? നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ശരീരവും രക്തവും നമ്മുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായിട്ട് മാറും. ഇന്ന് നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്ന യേശുവിൻ്റെ രക്തവും ശരീരവും നമ്മുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായിട്ട്. അതിനർത്ഥം നമ്മൾ ഈശോയെ പോലെ ആയിത്തീരും. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഈശോയെ പോലെ ആയി, ഈശോയെ വഹിച്ചുകൊണ്ട് നടക്കുന്ന മക്കളായി തീരാൻ നമുക്ക് പറ്റും. സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ് നമ്മളെ കുറിച്ചൊക്കെ പറയുന്നത്. കാരണം എന്താ? നമ്മളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകുക. എപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഈശോയെ പോലെയാണ്. കാരണം ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു. ഈശോയുടെ കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണാൻ സാധിക്കും. ഈശോ പറയുന്നത് പോലെ സംസാരിക്കാൻ പറ്റും. ഈശോ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റും.
എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും. അത്തരത്തിൽ ഈശോയെ പോലെയാകാൻ നമ്മൾ പരിശ്രമിക്കും. മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിഷനായി കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീര രക്തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ശരീരത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾ വിശക്കുന്നതിലും ദാഹിക്കുന്നതിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ അപ്പമായ ഈശോയെ, നിന്നെയുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കിയ അധ്യാപകരെയും ഇന്നത്തെ തിരുകർമ്മങ്ങളുടെ വിജയത്തിനായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആത്മീയമായ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലിത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയിൽ നാം ഓരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജീവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മെസ്സിഹായ നിന്റെ പക്കലാണ് അഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആത്മീകവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമെന്ന് നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവർ അവരുടെ ജീവിതയാത്രയിൽ എന്നും തുണയായിരിക്കണം. സകലത്തിന്റെയും നാഥായിരിക്കും.
ഈ ദേവാലയത്തിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ ഇടവകാശ സമൂഹത്തിന്റെ നന്ദിയും പ്രാർത്ഥനയും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവരുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുന്നതിന്റെ ഭാഗമായിട്ട് ചായയും കേൾക്കും ഈ കുഞ്ഞുമക്കള് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് സ്വീകരിച്ചതിന് ശേഷം വീടുകളിലേക്ക് പോകാറുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാകം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. മാതാപിതാക്കളുടെ കൈപിടിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞുനാൾ മുതൽ ദീപികാരുടെ സ്വീകരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഇന്നിതാ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ദീപികാരുടെ നാഥന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞങ്ങളുടെ ആദ്യോപാന സ്വീകരണ ദിവസം ഏറ്റവും മനോഹരമാക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുകയും അതിനുവേണ്ട കാരണങ്ങൾ വളരെ ഭംഗിയായി ക്രമീകരിക്കുകയും നല്ല ദിവസത്തിലൂടെ ഞങ്ങൾ ഒരുക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളിസിനും എല്ലാ സഹകാരികൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കുർബാനയെക്കുറിച്ചും ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ചും എൻ്റെ തിരുവചന സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപകാച്ചിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആദ്യോപാന സ്വീകരണത്തിനായി വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഏറെ ത്യാഗം സഹിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട റാഡ് സിസ്റ്റർക്ക് ഈ അവസരത്തിൽ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആദ്യകുർബാന സ്വീകരണത്തിനായി നഴ്സറി ക്ലാസ് മുതൽ ഇന്നലെ വരെ പഠിപ്പിച്ചിരിക്കുക എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയ അധ്യാപകരെ, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞങ്ങളുടെ ആദ്യകുർബാന സ്വീകരണ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ സഹായിച്ച കൈക്കാരന്മാർ, അൾത്താര ശുശ്രൂഷകർ, ഗായക സംഘം എന്നിവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ജന്മം നൽകി തിരുഹൃദയ രൂപം ചൂണ്ടിക്കാണിച്ച് ഈശോ എന്ന് പറയുവാനും സ്തുതി ചെല്ലുവാനും പിച്ചവെച്ച നാൾ മുതൽ ഞങ്ങളെ പഠിപ്പിച്ച മാതാപിതാക്കൾ വിശ്വാസ ജീവിതത്തിലേക്ക് പടിപെട്ട ഈ നല്ല ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കുകയായിരുന്നു. ഈ ദിവസം ഞങ്ങളോടൊത്ത് സന്തോഷിക്കുകയും ഈ ദിവസം ഏറ്റവും മനോഹരമാക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള കടപ്പാട് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും, ഇടവക അംഗങ്ങൾക്കും, കൂട്ടുകാർക്കും, ഈ ദേവാലയത്തിലായിരിക്കുന്നവർക്കും, കമൻട്രി പറഞ്ഞ് ഞങ്ങളെ സഹായിച്ച അലക്സിയ ചേച്ചിക്കും, ഈ ഫോട്ടോ എടുത്ത് സഹായിക്കുന്നവർക്കും, ഈ എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പരിശുദ്ധമായ അമ്മയോട് അങ്ങേ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാകും. ശിശുസഹജമായ നിഷ്കളങ്കതയോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ആ അമ്മയെ വിളങ്ങിയിരുന്ന സുഹൃത്തുക്കൾ ജീവിതത്തിൽ പകർത്തുവാനും ഇത് ഞങ്ങൾക്ക് സഹായകമാകട്ടെ. ജീവമാല ചുറ്റുന്ന കുടുംബങ്ങളെ സ്നേഹത്തിനും ഐക്യത്തിനും കാത്തു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും മനുഷ്യനായി പിറന്ന മിശിഹായ കാൽവരിയിലെ യാഗവേദി അമ്മയുടെ അങ്ങയുടെ മാതാവിന് ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പറ്റി ഞങ്ങൾ ധരിക്കുന്ന ഈ ഉത്തരീയങ്ങൾ ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും ലഭിക്കുവാൻ ഇടയാക്കണം. നന്മയിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും ഈ ഉത്തരീയം അവർക്ക് പ്രചോദനം നൽകുന്നു. ദൈവത്തിന്റെ തിരുമനസ്സ് പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ അങ്ങയുടെ രഹിതം നിറവേറ്റി ജീവിക്കുവാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാനും ഇത്രയും ധരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മന
ും
ഈ ആദ്യത്തെ 5 കുട്ടികൾ നമ്മൾ ആദ്യം കുർബാന സ്വീകരിക്കാൻ നിന്ന് ഇതിലുള്ള ആദ്യത്തെ 5 കുട്ടികൾ ഇവിടെ നിൽക്കുക. ബാക്കിയുള്ളവർക്കുള്ള ജ്യൂസും സ്നാക്സും നമ്മുടെ പള്ളിമുറി കൂട്ടുമുറിയിലുണ്ട്. അവരത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ആ സമയത്ത് ആദ്യത്തെ 5 പേര് ഫോട്ടോ എടുക്കും. അതിനുശേഷം ബാക്കിയുള്ളവർ ആ ലൈനായിട്ട് പറയുന്നു. മക്കളെ നിങ്ങളൊന്ന് മാറി കഴിഞ്ഞാ പറയണേ, വീഡിയോ എടുക്കട്ടെ. നീ മുമ്പിലോട്ട് കയറി നിൽക്കേ മൂന്ന്
വളരെ മതി ഇല്ലാതെ അതവിടേക്ക് വെച്ചാൽ മതി പോകുമ്പോഴേ ഒന്നാമത്തെ വെച്ചത് ഓക്കെ ഇവിടെ വെക്കല്ലോ. ആരാ നമ്മുടെ ആരായിരുന്നു?